ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പ്രശ്ന. എല്ലാവർക്കും മിനീസ് ഗോർമയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ബീൻസ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കി നോക്കിയാലോ. ബീൻസ് തോരൻ ഉണ്ട്, മെഴുക്കുപുരട്ടി വയ്ക്കാം. ബീൻസ് വളരെ നല്ല ഫൈബർ റിച്ചാണ്, വിറ്റമിൻസ് ഉണ്ട്, വളരെ നല്ല പോഷക സമ്പുഷ്ടമാണ് ബീൻസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഫ്രഞ്ച് ബീൻസ് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ അരമണിക്കൂർ ഉപ്പിട്ട് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ഓർഗാനിക് ബീൻസ് അല്ല. ഇതിനെ അരിഞ്ഞെടുക്കണം. ഇത് ഇങ്ങനെ ഇതിൻ്റെ മൂടും തലയും വെട്ടിക്കളയുന്നത്, രണ്ട് എൻഡും വെട്ടി അൽപ്പച്ച കളഞ്ഞിട്ട് ഒന്ന് രണ്ടായിട്ട് മുറിക്കും. നെടുകെ മുറിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ രണ്ടറ്റവും വെട്ടിക്കളയണം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. പക്ഷേ രണ്ടായിട്ട് മുറിച്ചേ അരിയാവും മെഴുക്ക് പുരട്ടിക്ക്. നമ്മൾ തോരനെ പോലല്ല. തോരനാണെങ്കിൽ മുറിക്കണ്ട, പക്ഷേ മെഴുക്ക് പുരട്ടിക്ക് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ഇത്രച്ച വീതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരുവാണ്. ഇങ്ങനെ വേണം ഇത് നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ടും. ഞാനിത് മുഴുവനും ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ട ഇങ്ങനെ നൈസായിട്ടിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അതേസമയം നമ്മളിങ്ങനെ എങ്ങനെ കീറിയെടുക്കാതിരുന്നാൽ പെട്ടെന്ന് വേഗത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു അരിഞ്ഞ് വെച്ച ഒരു 300 ഗ്രാം ബീൻസുണ്ട്. ഇതിനെ നമ്മൾ ഈ ബീൻസ് മാത്രമായിട്ടെടുത്ത് അല്പം വെള്ളം ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊന്ന് ചെറുതായിട്ട് വേവിക്കണം. എന്നിട്ടേ നമ്മളതിനെ മെഴുക്ക് പുരട്ടത്തുള്ളൂ. ഇതൊന്നും വേണ്ട. ബീൻസും ഉള്ളിയും 2 പച്ചമുളകും മാത്രം മതി ഇതിന്. ഇതുണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്, പക്ഷേ വളരെ വലിയ ഗുണവുമാണ്. ഞാനിത് ഒരു ചെറിയ സ്റ്റീൽ ഉരുളിയിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് സോസ് പാൻ എടുക്കാം. എന്നിട്ട് ഇതിന് കണ്ട ഇത് 250 ml കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു. സാധാ ചായക്കപ്പായാലും മതി. അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് ചെറിയ തീയിൽ വെച്ച് നമ്മൾ കുറച്ചൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളത് അടച്ച് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഇതിൻ്റെ വെള്ളം വറ്റുന്നുണ്ടോ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അടിയിലുള്ളത് മുകളിലാവും. അപ്പോൾ എല്ലാം ഒരേപോലെ കുക്കാകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നോക്കാതിരിക്കരുത് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ തുറന്ന് നോക്കാൻ പോവുകയാണ്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ്. ഇപ്പം അല്പം കൂടി വെള്ളമുണ്ട്, കുറച്ചുകൂടി കുക്കാകാനുണ്ട്. വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പം ഞാൻ വീണ്ടും ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഒരല്പം കൂടി, ഇനി ഒരു മിനിറ്റും കൂടി മതിയാവും. അത്രയ്ക്കുള്ള വെള്ളമേ ഉള്ളൂ. ഒരു അല്പം വെള്ളമുണ്ട്. കംപ്ലീറ്റ് അങ്ങ് വെള്ളം വറ്റിക്കഴിഞ്ഞിട്ടാണ് നമ്മളതിനെ മെഴുക്ക് പുരട്ടിയെടുക്കുന്നത്. ഒരു സവാളയും ചേർത്തിട്ട് 1-2 പച്ചമുളകും ചേർക്കും. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇത് ഡ്രൈ ആയി. കണ്ടോ? ഇപ്പോൾ വെള്ളം ഒട്ടുമില്ല. കണ്ട. ഇനി നമുക്ക് ഇതിനെ അല്പം എണ്ണ ഒഴിച്ച് സവാള വഴറ്റിയിട്ട് ഇതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഇതൊഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച ശേഷം ഒരു വലിയ സവാള, ഒരു മീഡിയം സവാള അരിഞ്ഞിട്ട് 2 പച്ചമുളകും കൂടെ ഇട്ട് നമുക്ക് ആദ്യം വഴറ്റിയെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സവാളയും 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. കുറച്ചൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് അതിന് വെന്തിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 മിനിറ്റായി ഞാൻ ബീൻസ് ചേർത്ത് കൊടുക്കുക. ബീൻസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നന്നായിട്ട് വഴറ്റി, നമുക്ക് ക്രിസ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വഴറ്റണ്ട. പക്ഷേ അത് അടുപ്പിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടും പോകരുത്. നിങ്ങൾക്ക് അങ്ങോട്ട് എന്തിനെങ്കിലും പോകണമെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് പോയിട്ട് പെട്ടെന്ന് ഇനി വരണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വഴറ്റി സോഫ്റ്റാക്കി അതിനെ എടുക്കണം. നല്ല സോഫ്റ്റ് ആക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആക്കാം. അതല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. അധികം സോഫ്റ്റ് ആവണ്ടെങ്കിൽ സോഫ്റ്റ് ആക്കണ്ട. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നോക്കണം. പിന്നെ അത് നിങ്ങൾ സോഫ്റ്റായി കഴിയുമ്പം കുറവാണെന്ന് തോന്നുമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം.
കാരണം ഉപ്പ് എല്ലാവർക്കും ഒരുപോലെയല്ല. കുറച്ച് ഉപ്പ് മതി, ചിലർക്ക് കൂടുതൽ ഉപ്പ് വേണം, ചിലർക്ക് അങ്ങനെയാണല്ലോ. ഇനി നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഞാൻ വളരെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച ശേഷം പിന്നെ തുറന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റി ഫിനിഷ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ടി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പ്ലീസ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.